ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു മനുഷ്യൻ ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാല് ആദ്യം ഇരുന്ന് അത് തീർക്കുവാൻ വകയുണ്ടോ എന്ന് നോക്കുകയില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം, ഗോപുരം പണിയുവാൻ അടിസ്ഥാനം ഇട്ട ശേഷം അത് തീർക്കുവാൻ വകയില്ലാതെ വന്നേക്കാം. മനുഷ്യർ അവനെ നോക്കി, ഈ മനുഷ്യൻ പണി തുടങ്ങി, ഗോപുരത്തിന്റെ പണി തുടങ്ങി, എന്നിട്ട് അത് തീർക്കുവാൻ വകയില്ലാതെ വന്നിരിക്കുന്നു എന്ന് പരിഹസിക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു രാജാവ് 20,000 വരുന്ന തന്റെ എതിരാളിയെ നേരിടുവാൻ തന്റെ ഒപ്പമുള്ള 10,000 മതിയോ എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ അവൻ യുദ്ധം തുടങ്ങും മുമ്പേ ഒരു സന്ധി സംഭാഷണത്തിന് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാകുമെന്ന് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ലോക മനുഷ്യര് ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ഇത്രയേറെ ആലോചിക്കുമെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യരായ നാം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എപ്രകാരം ആയിരിക്കണമെന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കുള്ളതെല്ലാം വിട്ടുപിരിയുവാനായിട്ട് നമുക്ക് മനസ്സില്ലെങ്കിൽ, നമ്മുടെ ഉള്ളം പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാനായിട്ട് പാടില്ല. നമുക്കുള്ളതിനെ വിട്ടുപിരിയുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ശുശ്രൂഷ ശരിയായ വിധത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കയില്ലെന്ന് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ ലോകത്തിലുള്ളതിനെ വിട്ടുപിരിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കാരമില്ലാത്ത ഉപ്പ് പോലെയാണ്. നമ്മുടെ ദൈവിക ശുശ്രൂഷ കൊണ്ട് അല്ലെങ്കിൽ ശിഷ്യത്വം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ലോക മനുഷ്യൻ തന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ പല തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുന്നുവെങ്കിൽ, ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് നാം തയ്യാറെടുക്കുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് ചുവട് വയ്ക്കുമ്പോൾ ഈ ഓട്ടം ശരിയായ വിധത്തിൽ ഓടി തീർക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് നാം ശരിക്കും ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് ശുശ്രൂഷ ഉപേക്ഷിച്ച് നമുക്ക് മടങ്ങുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ദൈവരാജ്യം ദൂഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഒരു മനുഷ്യൻ തന്റെ ശുശ്രൂഷ ശരിയായ വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ തന്നെ മുഴുവനായിട്ടും ദൈവത്തിന് സമർപ്പിക്കുവാൻ, സറണ്ടർ ചെയ്യുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അവന് അന്ത്യത്തോളം തന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തനിക്കുള്ളതിനെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു മനുഷ്യന്, ലോകത്തിൽ നിന്ന് വേർപാട് ആചരിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് അന്ത്യത്തോളം കർത്താവിന്റെ ശുശ്രൂഷയിൽ സ്ഥിരതയോടെ ഓടുവാനായിട്ട് സാധിക്കുകയില്ല. നല്ല ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ലെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് തയ്യാറെടുക്കുമ്പോൾ അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടെ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഓട്ടം ഓടുവാനായിട്ട് സാധിക്കുമോ? നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അനന്യാസും സഫീറയും ഈ ദമ്പതികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദിമസഭയിലെ അംഗങ്ങളായിരുന്ന ഇവർ എന്ന് നമുക്ക് അറിയാം. ആദിമസഭയിൽ അപ്പോസ്തലന്മാരുടെ രീതി എന്ന് പറയുന്നത് അവര് സകലതും വിറ്റ് ഒരുമിച്ച് കൊണ്ടുവന്ന് സമ്പത്തെല്ലാം പുതുവക എന്ന് എണ്ണിയിരുന്നു. ആ ഒരു രീതിയാണ് ആദിമസഭയിൽ നിലനിന്നിരുന്നത്. നാം അറിയുന്നത് പോലെ അനന്യാസും സഫീറയും തങ്ങൾക്കുണ്ടായിരുന്ന ഒരു നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ നിലം വിറ്റ് വില കയ്യിൽ കിട്ടിയ ശേഷം അവരുടെ മനസ്സ് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് നിലത്തിന്റെ വിലയിൽ ഒരംശം മാത്രം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്നു, ബാക്കി അവർ സ്വന്തമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും ഇത്തരം അബദ്ധം അല്ലെങ്കിൽ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ വന്ന് ഭവിക്കാറുണ്ട്. നമ്മളെ തന്നെ നമ്മൾ മുഴുവൻ സമയ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ തീരുമാനം മാറ്റും. കുറച്ച് സമയം ദൈവിക ശുശ്രൂഷയ്ക്കായിട്ടും ബാക്കി സമയം ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്കുമായിട്ട് മാറ്റിവെക്കുവാനായിട്ടൊക്കെ നമ്മൾ തീരുമാനമെടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അനന്യാസ് സഫീറയും തങ്ങൾക്ക് കിട്ടിയ സമ്പത്തിന്റെ ഒരംശം മാത്രം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അവര് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തതാണ്. ആ നിലത്തിന്റെ വില മുഴുവനും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് അവര് തീരുമാനിച്ചതാണ്.
എന്നുള്ളതാണ്. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക, നാം ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്താൽ ദൈവത്തിന്റെ ശുശ്രൂഷ മുഴുവൻ സമയം ചെയ്തുകൊള്ളാം എന്ന് ഒരു ഉടമ്പടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് ചെയ്യണം. ആ ഉടമ്പടി പാലിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇവിടെ പത്രോസ് അനന്യാസിനോട് ചോദിക്കുകയാണ്, നിലം വിൽക്കും മുമ്പ് അത് നിന്റേതായിരുന്നു, വിറ്റ ശേഷവും ആ സമ്പത്ത് നിന്റേതായിരുന്നു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? നമ്മളെ ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തിന്റെ ദൂത് വരുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഈ ശുശ്രൂഷ തിരഞ്ഞെടുക്കണമോ വേണ്ടയോ, അത് നമ്മുടെ ഫ്രീ വില്ലാണ്. എന്നാൽ ദൈവവുമായിട്ട് ചില ഉടമ്പടികളിൽ ഏർപ്പെട്ട ശേഷം അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് നമുക്ക് ഒരു അവകാശവുമില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് അതിന്റെ ശിക്ഷ ഉറപ്പായിട്ടും വരുമെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ തന്നെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിന്റെ ഒരംശം മാത്രം കർത്താവിന് കൊടുത്തിട്ട് ബാക്കി ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ ആ ശുശ്രൂഷ ശരിയായ വിധത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആ ശുശ്രൂഷ നമുക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ദൈവനാമം ദൂഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമ്മളൊരു ശുശ്രൂഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ലോകത്തിൽ നിന്ന് വേർപെടുത്തി മുഴുവനായിട്ടും കർത്താവിന് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശുശ്രൂഷ ശരിയായി ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ, നല്ല ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പഴയ നിയമത്തില് ശൗലിന്റെ ജീവിതം പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശൗലിനെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് ശമൂവേൽ വിളിക്കുന്ന സമയത്ത് അവൻ ഏറ്റവും താഴ്മയുള്ളവനായി പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്റെ ഗോത്രം ഇസ്രായേലിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രമാണ്, എന്നിട്ടും ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന് ഓർത്ത് അവൻ വളരെ താഴ്മയോടുകൂടെ പ്രവാചകനോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ശൗലിന്റെ മേൽ വലിയ പ്രവാചക അഭിഷേകം വരുന്നു. അവൻ പ്രവാചകന്മാരുടെ ഒപ്പം പ്രവചിക്കുവാനായിട്ട് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തുടർന്ന് ശൗലിന്റെ ജീവിതം പഠിക്കുമ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ശൗൽ ദൈവവുമായിട്ട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശമൂവേൽ പ്രവാചകൻ വ്യക്തമായി ദൈവത്തിന്റെ ആലോചന ശൗലിനോട് പറയുന്നു. ഗിൽഗാലിൽ 7 ദിവസം കഴിയുമ്പോൾ പ്രവാചകൻ എത്തും, അപ്പോഴേക്കും യഹോവയ്ക്ക് യാഗം കഴിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുവാൻ. എന്നാൽ 7-ാം ദിവസം ശമൂവേൽ എത്തുന്നില്ല. അപ്പോൾ ശൗൽ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹിതം നോക്കാതെ, പ്രവാചക ശബ്ദത്തിന് കാതോർക്കാതെ സ്വന്തമായിട്ട് യാഗം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ ദൈവത്തിന്റെ ശബ്ദത്തെക്കാൾ അധികം ജനത്തെ പേടിച്ചു. ജനം തന്നെ വിട്ട് ഓടിപ്പോകും, ചിതറിപ്പോകും എന്ന് കണ്ടിട്ട് അവൻ തന്റെ രാജകീയ അഭിഷേകത്തിന് കൂടുതൽ വില കൊടുത്തു. എന്നാൽ ആ അഭിഷേകത്തിലേക്ക് തന്നെ നടത്തിയ ദൈവശബ്ദത്തെ അവൻ മറന്നു കളയുന്നതായിട്ടും സ്വന്തം ഹിതപ്രകാരം മുന്നോട്ട് പോകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ശൗലിനോട് വീണ്ടും ദൈവത്തിന്റെ ആലോചന വരുന്നു. അമാലേക്യരെ വേരോടെ പിഴുതെറിഞ്ഞു കളയുക, ഒന്നുപോലും ശേഷിക്കാതെ പിഴുതെറിഞ്ഞു കളയുക. എന്നാൽ ഇവിടെയും ശൗൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ അമാലേക്യ രാജാവായ ആഗാഗിനെ ജീവനോടെ ശേഷിപ്പിക്കുന്നു. അതുപോലെ അമാലേക്യരുടെ ഇടയിൽ നിന്ന് മേധസ്സുള്ള ആടുമാടുകളെ ജീവനോടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 2 സംഭവങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവിക ആലോചനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതു കാരണം ശൗലിന് തന്റെ രാജകീയ പദവി നഷ്ടപ്പെടുന്നതായിട്ടും രാജസ്ഥാനത്ത് നിന്ന് അവൻ നീക്കം ചെയ്യപ്പെടുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധം ചെയ്തു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോടൊപ്പം നടന്ന് ശുശ്രൂഷ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോടൊപ്പം നടന്ന് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനായിരിക്കാം എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പല പ്രാവശ്യം ആലോചിക്കാം, എനിക്ക് ഈ ഓട്ടം ഓടുവാനായിട്ട് സാധിക്കുമോ? ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ഇടയായി തീരുമോ? ലോകത്തെ വിട്ടുപിരിഞ്ഞ് എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുമോ? ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശരിയായ ആലോചന എടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയാൽ പിന്നീട് സ്വന്തം ഹിതപ്രകാരമല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരം, പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഇവിടെ ശൗല്
രാജാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെയും അവൻ വളരെ താഴ്മയുള്ളവനായി തീർന്നു. എന്നാൽ അതിനുശേഷം അവൻ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. അത് കാരണം അവന് രാജകീയ പദവി നഷ്ടപ്പെടുന്നു. ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഒന്ന്, നാം ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ, ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ലോകത്തെ വിട്ടു പിരിയാനായിട്ട് തയ്യാറാകണം. അത് ഭാഗികമായിട്ടല്ല, പൂർണ്ണമായിട്ട് തന്നെ ലോകത്തെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്കുള്ള പലതിനെയും വിട്ടുപിരിയുവാനായിട്ട് നാം തയ്യാറായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തിന്റെ ഒരംശം മാത്രം കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ശുശ്രൂഷ ശരിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളത്തെ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ കർത്താവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഹിതപ്രകാരം ഓടുവാനായിട്ട് സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം വചനപ്രകാരം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായി ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുവാനും അന്ത്യം വരെയും നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കാം. കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.